ഗായ്സ് എന്തെങ്കിലും സുഖമാണ് വിചാരിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് കുറച്ച് അപ്ഡേറ്റുകളായിരിക്കും വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ ഇതെല്ലാം അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. കാരണം വെച്ചാൽ യു കെയിൽ ഇപ്പോൾ കറൻ്റ് സ്റ്റുഡൻറ്റ് വിസയിലോ വർക്ക് വിസയിലോ ഒക്കെ വന്ന് നിൽക്കുന്നവർ PR കിട്ടിയവർ പിന്നെ നോക്കണ്ട, അവർക്ക് ഇത് ബാധിക്കില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എന്താ പറയുക, യു കെയിലേക്ക് ഇനി വരാൻ നിൽക്കുന്നവർ ഇതൊക്കെ കണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും നല്ല ഒപ്പീനിയൻ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ 1-to-1 കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ശേഷം മാത്രം ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കുക. മനസ്സിലായോ? സോ ആദ്യമായിട്ടൊക്കെ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കൊച്ചി ടിപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷനിലേക്ക് എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. സ്വാഗതം. ഗൈസ്, അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോട്ട് നടക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK unveiled $3 billion plan to train 120K workers Scotland on migrants എന്നുള്ളതാണ് പറയുന്നത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 120,000 വർക്കുകളെ UK ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോകുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ വെറുതെ അനാവശ്യമായിട്ട് പുറത്തുള്ള രാജ്യക്കാരെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരുന്നത്, അവർക്ക് വിസ കൊടുക്കുന്നത്? നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള ആളുകളൊക്കെ തന്നെ ട്രെയിൻ ചെയ്താൽ പോരെ, അതായത് ഇവിടെയുള്ള ബ്രിട്ടീഷുകാരെ ട്രെയിൻ ചെയ്താൽ പോരെ എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. പണ്ട് തിരിച്ചു കൊണ്ടുപോകാൻ നിങ്ങളെ ഞാൻ എപ്പോൾ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി, ലേബർ പാർട്ടിയൊക്കെ അധികാരത്തിന് വരുന്നതിന് മുമ്പ് ഒരു മാനിഫെസ്റ്റോ ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകും. രണ്ടുപേരുടെ മാനിഫെസ്റ്റോ വളരെ ഡീകോഡ് ചെയ്തിട്ട് ആരുടെ മാനിഫെസ്റ്റോ ആണ് ബെറ്റർ, അവരെന്താ പറഞ്ഞിരിക്കുന്നത്, ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്, ഈ കൺസർവേറ്റീവ് പാർട്ടിക്ക് വോട്ട് ചെയ്ത് എന്താ ഗുണം, ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരാൻ പോകുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. അന്ന് തന്നെ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പുറത്തുനിന്ന് എടുക്കുന്ന ആളുകളെ നമ്മൾ അധികം പുറത്തുനിന്ന് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യേണ്ട, വേണ്ട നമുക്ക് അവരെ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ വ്യക്തമായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് ആൾക്കാർ ഇനി ഡിപ്പെൻഡ് ചെയ്യില്ല എന്നുള്ളത്. സോ അന്ന് തന്നെ ഇവർ അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ അനൗൺസ് ചെയ്തൊരു കാര്യമാണ്, നമ്മളിവിടെയുള്ള ഈ ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്യും, എന്താണ് ഇവിടെ അവരെ പഠിപ്പിച്ച് ഇല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇവിടെയുള്ള മേഖലകളിലേക്ക് ജോലിക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് വന്നപ്പോൾ തൊട്ട് അനൗൺസ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, പക്ഷെ വന്നപ്പോൾ തൊട്ട് അനൗൺസ് ചെയ്തിട്ട് ഇതുവരെ അതിനകത്തൊരു കാര്യങ്ങളൊന്നും വലിയ രീതിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു അടുത്ത ഒരു പെട്ടെന്ന് തന്നെ കുറച്ചധികം അപ്രന്റീസ്ഷിപ്പുകളും ബൂട്ട് ക്യാമ്പ്സുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്യും, കുറച്ച് ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് ഇനി പുറത്തുനിന്നും ആരും ഇന്നിങ്ങോട്ട് വരണ്ടേ എന്നുള്ള സെറ്റപ്പിലാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിൽ ആദ്യം ചോദ്യം ഉണ്ടാവും, കെയറേഴ്സ് വരാതെ ഇവിടെ കെയർ ഹോം അങ്ങനെ നടക്കും, ഇനി നേഴ്സസ് ഇല്ലാതെ NHS എങ്ങനെ ഓടും എന്നുള്ളൊക്കെ കാര്യങ്ങളായിരിക്കും കേട്ടോ. ഒരു പരിധി വരെ സത്യമാണ്, തുണിയെടുക്കാത്ത സത്യമാണ് ഒരു പരിധി വരെ. ഓക്കെ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ UK 16 തൊട്ട് 24 വയസ്സ് വരെ പ്രായമുള്ളവരില്ലേ, അതിനകത്ത് ഒരു വലിയ വിഭാഗം ആളുകളും അൺഎഡ്യൂക്കേറ്റഡ് ആണ്, ഇല്ലെങ്കിൽ ഇവർ പഠിക്കാനൊന്നും അധികം പോവാറില്ല എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഓക്കെ, 1 in 8 people, 8 പേരിൽ ഒരാൾ എന്നുള്ള രീതിയിൽ എന്താ പറയുക, ഇവർക്ക് വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നും ഇല്ല, ഓൺലി അഭ്യാസം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്, എഡ്യൂക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്കില്ലപ്പ് ചെയ്യാനും ബൂട്ട് ക്യാമ്പ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്ത് എല്ലാം സെറ്റപ്പാക്കി ലോങ് ടേം പ്ലാനിലേക്കാണ് കേട്ടോ. പെട്ടെന്നല്ല, ഇത് പെട്ടെന്ന് നടക്കില്ല. ഒന്നാമത്തെ കേസ് പെട്ടെന്ന് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് എന്താ നടക്കാത്തത് കൊണ്ട് കുറച്ച് നാളത്തേക്ക് നമ്മുടെ ആവശ്യം ഉണ്ടാവും. കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് പുറത്താക്കും, കറുവപ്പില പോലെ. ഇപ്പോഴും അങ്ങനെയുള്ള നിയമങ്ങളാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. UK ഇനി വരാൻ നിൽക്കുന്നവർ ഇനി ഇവിടുത്തെ ഗവൺമെൻറ്റിനെയൊക്കെ വിശ്വസിച്ച് യൂണിവേഴ്സിറ്റികൾ പറയുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് 10, 15 ലക്ഷം, 18 ലക്ഷം, 20 ലക്ഷം നിങ്ങൾ കൊണ്ട് കൊടുക്കും. അതോടൊപ്പം തന്നെ ആ പൈസ അവർ മേടിച്ച് പോക്കറ്റിൽ മേടിച്ചിട്ട് 2 വർഷത്തേക്ക് PSWന് വീണ്ടും നിങ്ങൾ പൈസ കൊണ്ട് കൊടുക്കും, അതും പോക്കറ്റിൽ മേടിച്ചിട്ട് നിങ്ങൾ പണിയെടുക്കുന്ന ടാക്സുകൾ മൊത്തം അവർ പോക്കറ്റിൽ മേടിച്ച് വെച്ചിട്ട് എന്നിട്ട് മക്കളെ അപ്പോൾ എല്ലാം ശരി സെറ്റ് എന്ന് പറഞ്ഞിട്ട് പുറത്താക്കുന്നല്ല. ജോലി കിട്ടാൻ വളരെ ടാസ്ക്കാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്ലാനുകൾ തന്നെ ഓപ്പൺ ആയിട്ടാണ് ഇങ്ങനെ മുമ്പിൽ പറയുന്നത്. അതായത് ഞങ്ങൾ ഇനി ഓവർസീസ് വർക്കേഴ്സിനെ അവർ ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യതയില്ല. അത് നല്ല കാര്യം, ഓരോ രാജ്യങ്ങൾ അങ്ങനെ ഒരു നല്ല ഡിസിഷൻ എടുക്കുന്നത് നല്ല കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പറയുക, ഇവിടെയുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഈ രാജ്യം കാണിപ്പിച്ച് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടൊക്കെ പറഞ്ഞ് ഇവിടെ ആളുകളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഒടുവിൽ ആ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ, അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് റിട്ടേൺസ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ യൂസ് ഇല്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി UK വരാൻ നിൽക്കുന്നവർ. ഓക്കെ, അപ്പോൾ അതുമല്ല, ഇപ്പോൾ നമ്മളറിയാം കൺസർവേറ്റീവ് പാർട്ടി ബഹളം വെച്ച് നിലവിളിച്ച് ഉച്ചയിട്ടുണ്ടാക്കിയ ബ്രെക്സിറ്റ് കരാർ പുള്ളി വന്നു ഒരു സമയത്തിനകത്ത് കുറച്ച് സമയത്തിനകത്ത് തന്നെ റീസെറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചു. അതായത് ഇനി അവിടെയുള്ള യങ്സ്റ്റേഴ്സിന് UK വരാം,
ഇവിടെയുള്ള യങ്സ്റ്റേഴ്സിന് അങ്ങോട്ട് പോവാം, പണിയെടുക്കാം, ജോലി ചെയ്യാം. ഒരു രീതിയിൽ നല്ല തന്നെയാണ് പരിപാടി. ആർക്ക് ഇവിടെ സെറ്റിലായവർക്കും ഇവിടെ PR സിറ്റിസൺഷിപ്പ് ഉള്ളവർക്കൊക്കെ അത് ഓക്കെയാണ്. അല്ലാത്ത പോലെ നമ്മളെ പോലുള്ള ആളുകൾക്ക് ഒരു യൂസുമില്ല. അതുകൊണ്ട് ഒരു യൂസും ഇല്ല. നമ്മുടെ പണി നമുക്ക് കിട്ടുന്നതിന് എന്തെങ്കിലും ഒരു പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു 8ന്റെ പണിയായി നമുക്ക് കുറച്ചും കൂടി വർദ്ധിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. യൂറോപ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു 10 പേരിൽ 2 പേർക്ക് ജോലി കിട്ടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനി ഒരാൾക്കായിട്ട് കുറേ കോമ്പറ്റീഷൻ, ഇവിടെയുള്ളവരുടെ കോമ്പറ്റീഷൻ്റെ പുറമെ ഇനി വീണ്ടും കോമ്പറ്റീഷൻ കൂടും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. സോ ഈ വരുന്ന എന്താണ് നമുക്കറിയാം, ഇതിനകത്ത് മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ചാൽ ഫ്രം അപ്രന്റീസ്ഷിപ്പ് ടു ബൂട്ട് ക്യാമ്പ്സ് ഈ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ ലെവലിലേക്കുള്ള ക്വാളിഫിക്കേഷൻസ് ഇവർ കൊടുക്കാൻ പോവാണ്. മെയിനായിട്ട് ഏതൊക്കെ ഇൻഡസ്ട്രിക്ക് പണി കിട്ടും എന്നറിയണ്ടേ, അത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് കൺസ്ട്രക്ഷൻ, പിന്നെ 2 എൻജിനീയറിങ്. ഓക്കെ, എൻജിനീയറിങ് മേഖലയുള്ളവർക്ക്, പിന്നെ ഹെൽത്ത് കെയർ മേഖലയുള്ളവർക്ക്. ഓക്കെ, സോഷ്യൽ വർക്കേഴ്സിനായിരിക്കും, ഇല്ലെങ്കിൽ മറ്റേ ഈ അഡൽട്ട് കെയർ സെക്ടേഴ്സിലായിരിക്കും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത്. ഓക്കെ, നഴ്സസ് മറ്റുള്ളവർക്കൊന്നും അധികം പണി കിട്ടില്ല. പക്ഷെ ഓൾറെഡി അതൊക്കെ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ഇല്ല. ഓൾറെഡി റിക്രൂട്ട്മെന്റ് നിർത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും ഇനി പറയാത്തത്, അറിയുന്നുണ്ടോ, ഇനി റീ ഓപ്പൺ ചെയ്യുമായിരിക്കും എന്തായാലും കാണുന്നത്. അപ്പോൾ എന്തായാലും എഞ്ചിനീയറിങ്ങിന് പണിയുണ്ട്, കൺസ്ട്രക്ഷൻ ആളുകൾക്കും പണിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടി എന്നുള്ളത് കേട്ടോ. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വേറെയും കുറേ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾ സെൽഫ് സ്പോൺസർഷിപ്പ് തുടങ്ങിയിട്ട് ഞാൻ എന്നെ സ്വന്തം സ്പോൺസർ ചെയ്യാം. നമ്മൾ പണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര് അങ്ങനെ വിസ എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പക്ഷേ കാലം മാറി, സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളൊരു ബിസിനസ് തുടങ്ങി വിസ എടുക്കാം എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചെറിയൊരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്ന സംഭവം അതായിരുന്നു. ഓക്കെ, ബിസിനസ് തുടങ്ങി നമുക്ക് നമ്മുടെ വിസ എടുക്കാമെന്നുള്ളതും അവിടെ ഒരു പണി വരാൻ പോകുന്നു ഗൈസ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ സ്കിൽ ചാർജ് ചാർജ് 32% കൂട്ടാൻ പോകുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അത് ലെവി ഓൺ എംപ്ലോയേഴ്സ് ഹയറിംഗ് ഓവർസീസ്. അതായത് ഇനി ഒരു എംപ്ലോയർ ഓവർസീസ് എംപ്ലോയിനെ ഹയർ ചെയ്യുമ്പോൾ ലെവി ഏർപ്പെടുത്തും. ഇനി അതെത്രയാണെന്ന് ദൈവം തമ്പുരാനെ കണ്ടറിയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ മാരക പണിക്കൊപ്പം തന്നെ മൈഗ്രൻസിന് അവർ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ആ ഒരു കോമ്പറ്റൻസ് കുറച്ചും കൂടി അങ്ങോട്ട് കൂട്ടാൻ പോവുക, ടൈറ്റാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇനി കുറച്ചും കൂടി കൂട്ടാൻ പോകുക, അത് കൂടുതൽ സമയങ്ങളിലെന്ന് അറിയാൻ പറ്റും. പിന്നെ റെസിഡൻസി റൂൾ ടൈറ്റ് ചെയ്യാൻ പോകുക. അതായത് PR-ൻ്റെ നമുക്കറിയാം 5 years 10 years കേൾക്കുന്ന പരിപാടിയില്ലേ, അതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് പുതിയത് വരുന്നവർക്കായിരിക്കും കൂടുതൽ അപ്ലിക്കബിൾ ആവാൻ ചാൻസ്. ഇവിടെയുള്ളവർക്ക് കറൻ്റ്ലി അപ്ലിക്കബിൾ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതും പിന്നെ ഇവിടെയുള്ള കോൺട്രിബ്യൂട്ട് ചെയ്തതിൻ്റെ കണക്കും കാര്യങ്ങളും അതെല്ലാം കാണിച്ചും വച്ചും പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഗവൺമെൻറ് അതൊക്കെ കൺസിഡർ ചെയ്യുന്നത്. സോ അതിനുവേണ്ടി നമ്മളൊരു വലിയൊരു പെറ്റീഷനൊക്കെ പോയിട്ടുണ്ട്. പെറ്റീഷനൊക്കെ അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ 1,00,000 മേലെ സിഗ്നേച്ചേഴ്സ് ആയി. അതേപോലെ തന്നെ ഭയങ്കര വലിയ ക്യാമ്പയിൻസ് നമ്മൾ നടത്തി, ഒരുപാട് പേര് ഇമെയിലും പരിപാടികളൊക്കെ നടത്തി കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഒരു ചെറിയ തുടക്കം മാത്രമാണ്. കൂടുതൽ പരിപാടികൾ, ഇതിൻ്റെ നിയമങ്ങൾ വരുന്നത്, ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നതിനനുസരിച്ചായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുക. ഓക്കെ, പിന്നെ ഈ ട്രെയിനിങ് സ്കീം ഇനഫ് ആണോ ഈ പറഞ്ഞ ഇപ്പോൾ ഉള്ള ഇവിടുത്തെ ഷോർട്ടേജിനെ പരിഹരിക്കാനായിട്ട്? അതായത് ഇപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വരണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, പെട്ടെന്ന് വരണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും UK പിടിച്ചേക്കാൻ പറ്റുമോ? അല്ല, പറ്റില്ല. പല ന്യൂസുകളും ബിസിനസ് ലീഡേഴ്സും പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് കൊണ്ട് മാത്രം ഒന്നും ആവില്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ പുതിയ നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒരുപാട് പേര് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രം പോരാ. അതിന് എന്താ പറയുക, കുറച്ച് ഇപ്പോൾ ഒരാൾ ചുമ്മാ എടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ച് കയറ്റി വിട്ട് പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ പറ്റൂല. അതിന് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ, അതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വേണം. സോ അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബിസിനസ് ലീഡേഴ്സിനെ പുറത്തുനിന്ന് റിക്രൂട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള മാരണങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ലെവി പോലുള്ള സംഭവങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു പണി കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നിയമങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കാവാൻ പോകുന്നില്ല. കാരണം ഇവരുടെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വെച്ചിട്ട്. പിന്നെ യൂറോപ്പിൽ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങോട്ട് കയറി വന്നതുകൊണ്ട് ഇനി ചിലപ്പോൾ അങ്ങനെ അവിടെ അത്രയ്ക്ക് വിദ്യാഭ്യാസമുള്ളവരുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ അങ്ങനെയുള്ളവരോട് പറട്ടെ, വന്ന് നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. ഇനി അങ്ങനെയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളും പുതിയ പ്ലാനുകളും പരിപാടികൾ കൊണ്ടുവരുന്നുണ്ട്. നടക്കാനുള്ള സാധ്യതകളൊക്കെ കുറേ പ്രാക്ടിക്കലി പോസിബിൾ ആകാത്ത കാര്യമാണ്. ഇപ്പോൾ ഒരു ഡോക്ടേഴ്സിനെ അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റൂ. ഒരു നല്ല എക്സ്പീരിയൻസ് നേഴ്സിനെ വേണമെങ്കിൽ കിട്ടുമോ? ഇനിയിപ്പോൾ കെയറേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉള്ള ഒരുപാട് എക്സ്പീരിയൻസ്ഡ് കെയറേഴ്സ് ഉണ്ട്. അവരങ്ങോട്ട് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആൾക്കാരെ കൊണ്ട് വെച്ച് കെയർ ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. പിന്നെ എക്സ്പീരിയൻസ്ഡ് IT-കാർ, എക്സ്പീരിയൻസ്ഡ് എഞ്ചിനീയേഴ്സ്, അതൊക്കെ നമ്മുടെ ഇന്ത്യ ടോപ്പാണ് അതിനകത്തൊക്കെ.
നല്ല വിദ്യാഭ്യാസമുള്ളവർ. പക്ഷെ നമുക്ക് നാട്ടിൽ നിൽക്കാൻ മാത്രം താല്പര്യമില്ല, നമുക്ക് പുറത്ത് പോയിട്ട് താല്പര്യമുള്ളൂ. പച്ചയായ സത്യം. എന്തായാലും കൊള്ളാം. ഇവരുടെ കുറേ പരിപാടികൾ കൊണ്ടുവരുന്നുണ്ട്. ഈ പരിപാടികൾ എത്ര നടക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണുക. അങ്ങനെയുള്ള കാര്യങ്ങൾ മിസ്സാകാതിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക, ഫോളോ ചെയ്തു. ബൈ ബൈ.